പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ സന്ദേശങ്ങളിലൂടെ ചോദിക്കുന്നത് പോലെ തന്നെ പലരും നേരിട്ടുമൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് എങ്ങനെയുണ്ട് എന്നതറിയാനാണ്. ആശുപത്രിയിൽ തുടരുകയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഡയാലിസിസ് നിർത്തിയിരുന്നു, എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ മെഡിക്കൽ ബോർഡ് ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. BP അപകടകരമായ അളവിൽ താഴ്ന്നതിനാലാണ് തീരുമാനം. ചികിത്സയ്ക്കായി സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണോ? നേരത്തെ ഡയാലിസിസ് ഇടയ്ക്കൊന്ന് നിർത്തി നോക്കിയിരുന്നു. അപ്പോൾ എന്താണ് മെഡിക്കൽ സംഘം കണ്ടെത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം ഡോക്ടർമാർ ഗുരുതരാവസ്ഥയിലാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു. അതിന് പിന്നാലെ തന്നെ വി എസിൻ്റെ ആരോഗ്യ അവസ്ഥ ഗുരുതരമായ രീതിയിൽ മോശമായി. അതേ തുടർന്ന് സർക്കാർ ഒരു മെഡിക്കൽ ടീമിനെ തന്നെ, സർക്കാരിൻ്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചു. അവരെത്തി പിന്നീട് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം രണ്ട് തീരുമാനങ്ങളെടുത്തു. ഒന്ന്, വി എസ് അച്യുതാനന്ദൻ നിലവിലുള്ള സ്ഥിതി തുടരട്ടെ, വെന്റിലേറ്ററിൽ തന്നെ വി എസ് തുടരട്ടെ എന്ന തീരുമാനമാണ് എടുത്തത്. മറ്റൊന്ന്, വി എസിൻ്റെ ഡയാലിസിസ് ഇന്നലെ വൈകുന്നേരം പുനരാരംഭിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം വി എസ് ആശുപത്രിയിൽ വന്നപ്പോൾ തീരെ മോശം അവസ്ഥയിലായിരുന്നു. പക്ഷേ ഡയാലിസിസ് കൊടുത്തപ്പോൾ വി എസിൻ്റെ ക്രിയാറ്റിൻ അളവൊക്കെ നോർമലായി നല്ല രീതിയിൽ പുരോഗതി കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീണ്ടും ഡയാലിസിസ് തുടങ്ങി. വി എസിൻ്റെ ഡയാലിസിസ് ആരോഗ്യ പ്രശ്നം കാരണം 72 മണിക്കൂർ എടുത്തിട്ടാണ് ആ ഡയാലിസിസ് അവസാനിക്കുന്നത്. ആ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞ് പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും ആരോഗ്യസ്ഥിതി അതീവ ദുർബലമായ മോശമാകുന്ന അവസ്ഥയിലെത്തി. അതോടുകൂടി ഡയാലിസിസ് നിർത്തുകയും ചെയ്തു. പക്ഷേ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം എടുത്ത തീരുമാനം, ഡയാലിസിസ് നിർത്തിയപ്പോൾ വി എസിൻ്റെ BP ലെവൽ അപകടകരമായ രീതിയിൽ താഴ്ന്നു എന്നതാണ്. ആ ഒരു സ്ഥിതിയിൽ ഡയാലിസിസ് റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന തീരുമാനം മെഡിക്കൽ ബോർഡ് എടുത്തു. റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആരോഗ്യാവസ്ഥ ഇത്ര വഷളായി നിൽക്കുന്ന ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മെഡിക്കൽ ബോർഡിൽ വിലയിരുത്തി. എങ്കിൽ പോലും BP താഴ്ന്നു പോകുന്നത് നോർമലായി നിർത്താൻ ഡയാലിസിസ് മാത്രമാണ് മാർഗം എന്ന് കണ്ടതിനെ തുടർന്ന് വീണ്ടും ഡയാലിസിസ് ചെയ്യാൻ തീരുമാനിക്കുകയും അത് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. SUT ആശുപത്രിയിലെ ഡോക്ടർമാർ മുഴുവൻ സമയവും വെന്റിലേറ്ററിൽ വി എസിനൊപ്പം തന്നെയുണ്ട്. മകനും മരുമകനും അടക്കമുള്ള ആളുകളും വി എസിൻ്റെ സന്തത സഹചാരികളായിരുന്നവരും ആശുപത്രി പരിസരത്ത് ഇപ്പോഴുമുണ്ട്. സുജയ. വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്. വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം താഴ്ന്ന സാഹചര്യത്തിലാണ് ഡയാലിസിസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. പ്രത്യേക ഡോക്ടർമാരുടെ സംഘത്തെയും സർക്കാർ ഇപ്പോൾ SUT നിയോഗിച്ചിട്ടുണ്ട്.